ബീഡി മിഠായി എന്ന് പറയാ അല്ലേ. ഒരു കാലത്ത് ഈ വലിയ ചേട്ടന്മാരൊക്കെ ബീഡി വലിക്കുന്ന കണ്ടിട്ട് പുകവലി ആരോഗ്യത്തിന് ഹാനികരം. ആ സമയത്ത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയ മിഠായിയാ അല്ലേ. 2K കിഡ് ഇത് കണ്ടിട്ടില്ല. 90s കിഡ്സിന് അല്ലെ നമ്മൾ കണ്ടിട്ടുണ്ട്. 90s കിഡ്സ് കണ്ട മിഠായികളാണ് ഇത്. ബീഡി മിഠായി എന്ന് പറയും, ഇത് പുളിമിഠായി, ഇത് ജെല്ലി പോലുള്ള മിഠായി, ഇത് പഴയ മിഠായി അല്ലെ, പാരീസിന്റെ അല്ലെ പഴയ മിഠായി. അതൊരു കുഞ്ഞു മിഠായിയാണ്. ഇത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് അല്ലെ. ശർക്കരയാണോ? അല്ല, ഇത് ഭയങ്കര കട്ടിയുള്ള സാധനമാണ്. നമ്മുടെ ഈ ഭാഗത്തൊരു കമ്പർക്കെട്ട് എന്നുള്ളതാണ്. മലപ്പുറത്ത് ഇതിന് വേറെ ചില പേര് കമ്പർക്കെട്ട് അത്രയും കട്ടിയാണ്. എന്താണ് കമ്പർക്കെട്ട? ഭയങ്കര കട്ടിയാണ്, പക്ഷെ നല്ല രുചിയാ കഴിക്കാൻ അല്ലേ. പക്ഷെ ഭയങ്കര കട്ടിയാ. അപ്പൊ പല്ലിന്റെ ബലം പരിശോധിക്കുന്ന കമ്പർക്കെട്ട. അത് ചൗവല്ലായിട്ട് വരുമ്പോൾ ചൗവല്ലായി. ഇത് പുളിമുട്ടായി അല്ലേ. ഇതൊരു പ്രത്യേക പഴത്തിൽ നിന്ന് എടുക്കുന്നതാണ്. ഇളന്തിപ്പഴം. പക്ഷെ അത് ഉണ്ടാക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. നമ്മൾ എത്ര വാങ്ങിച്ച് കഴിച്ചു അല്ലേ എലന്തിപ്പഴം അല്ലേ. മിഠായി ഭയങ്കര നൊസ്റ്റാൾജിക്. ഇത് നമ്മുടെ മറ്റേ ഉറിഞ്ചി കുടിക്കുന്ന ഒരു പുളിമുട്ടായി അല്ലെ. പണ്ട് 25 പൈസക്ക് കിട്ടിയിരുന്നു ഇമിലി മിഠായി. 25 പൈസക്ക് കിട്ടിയിരുന്ന ഇമിലി മിഠായി. ഇത് മറ്റേ കുഞ്ഞ് പോളയുടെ ചെരുപ്പ് മിഠായി. അപ്പോ നോക്കൂ എത്ര കുഞ്ഞു ഇതാ. നമ്മുടെ ഈ മിഠായി ഓർമ്മയുണ്ടോ? ഈ പണ്ടത്തെ ഇപ്പോഴാണല്ലോ മറ്റേ ഈ കോലുമിഠായി ഒക്കെ വരുന്നത് അല്ലേ. ഇതാണ് പാവങ്ങളുടെ ലോലിപോപ്പ്. 90s കിഡ്സിന്റെ ലോലിപോപ്പാണ് അല്ലേ. ലോലിപോപ്പ് പാവങ്ങളുടെ ലോലിപോപ്പാണ്. എത്ര അലിച്ച് കഴിച്ചിട്ടുണ്ടല്ലോ. ഇതൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട കണ്ട. ഇതാണ് മറ്റേ പച്ച മുട്ടായി ഓർമ്മയുണ്ടോ? പാരീസിന്റെ അല്ലേ. നല്ല പച്ച മുട്ടായി ആ കാലത്ത് ഇങ്ങനെ വരുന്നതാണ്. നോക്കൂ, ഇത് കടലമിഠായി. ഇതൊക്കെ പിന്നീട് നമ്മൾ ഇപ്പോഴും ഇക്കാലത്തും ഉള്ളതാണ്. ഈ ഓർമ്മകളിലേക്ക് പെട്ടെന്ന് ഒളിയിട്ട് പോയില്ലേ നിങ്ങള് അല്ലേ. DOP അവിടുന്ന് പഴയ ഒരു ഓർമ്മയിലേക്ക് പോകും. അതെ DOP പഴയ LKG കുട്ടിയായി അല്ലേ. ഇതാണ് നമ്മളുടെ പണ്ടകാലത്തെ യുദ്ധം അല്ലേ. നമ്മളിങ്ങനെ യുദ്ധം ഇങ്ങനെ ഇതിനകത്ത് എവിടെയാണോ ഞെക്കുന്നത്? ഇവിടെയാണ്. ഞെക്കുന്ന സ്ഥലം ഇവിടെയാണോ? അതാ ഇതാണ്. അപ്പോൾ കൊള്ളാല്ലേ കിടു. അപ്പോ നോക്കൂ, പഴയ കാലത്തെ ഒന്ന് ഞെക്കിക്കും. പഴയ കാലത്തെ കുട്ടിക്കാലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കയ്യില് സോപ്പ് കൂട്ടി അത്രേ ഉള്ളൂ. ഈ സാധനങ്ങളൊന്നും പഴയ കാലത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പ്രിയപ്പെട്ട കുട്ടികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഒരു കാലത്ത് നമ്മളൊക്കെ എത്രമാത്രം കളിച്ചിരുന്ന സാധനങ്ങൾ ഇതിനകത്ത് വരുന്നില്ല. ഇതിനകത്ത് പത വേണം അല്ലേ. ഇന്ന് മാത്രമേ പറ്റത്തുള്ളൂ. യെസ്. അപ്പൊ നമുക്ക് കളി സൂപ്പർ. അപ്പോൾ എക്സലന്റ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കൽപ്പാത്തിയിലോട്ട് വരിക. തേര് കാഴ്ച മാത്രമല്ല, തേരിലുള്ള കളിപ്പാട്ട കാഴ്ചകളുണ്ട്, നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള മിഠായികളുണ്ട്. ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണുക. കുറച്ച് ബാല്യകാലത്തിലേക്കൊക്കെ ഒരു കാലം പുറകോട്ട് വെച്ചിരിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ. പെട്ടെന്ന് നെടുവേർപ്പെട്ടിട്ട് വീണ്ടും അടുത്ത കാലം മുന്നോട്ട് വെച്ച് പോവുക. ജീവിതം അങ്ങനെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടും. മുന്നോട്ട് യാത്ര തുടരുക. സുന്ദരമായ ഓർമ്മകളുടെ വലിയൊരു തണുപ്പ് അനുഭവപ്പെടുമല്ലോ ചില കാലത്തെങ്കിലും. ഇങ്ങനെ നമ്മളൊന്ന് റിലാക്സ് ചെയ്യുന്ന പോലെ ഒരു അന്തരീക്ഷം അത് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കാണാൻ കഴിയും. ചില സമയത്ത് നമ്മൾ ഭൂതകാലത്തിലൂടെ ഒന്ന് കടന്നു പോകണം. പക്ഷെ അവിടെ തങ്ങി നിൽക്കരുത്. വർത്തമാനകാലം കുളമാവും. അപ്പോൾ നമ്മൾ കുളമാവുന്നില്ല. ഇടവേള. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചൂട് കാപ്പിയും ചൂട് വാർത്തയുമായി കോഫി വിത്ത് അരുൺ. കൽപ്പാത്തി തെരുവിൽ നിന്ന് കാഴ്ചകളും വിശേഷങ്ങളുമായി വാർത്തകൾക്കൊപ്പം ചൂട് കാപ്പിയുമായി.